അനുരാഗം കരിക്കിന്നെള്ളം നമ്മുടെ നെഞ്ചിലാകും അനുരാഗം കരിക്കിന്നെള്ളം. നമസ്കാരം. തുറച്ചവർക്ക് സ്വാഗതം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അതിഥി നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ശശികുമാറാണ് അന്ന് തുറച്ചവങ്ങൾ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ചെയ്യാം. ഏറെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. സർ നമസ്കാരം. മലയാളിയുടെ മുന്നിലേക്ക് മറ്റൊരു അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു. സിനിമയിലാണ്. ഇത് രണ്ടാം സംരംഭമാണ് സിനിമയിൽ. എങ്ങനെയാണ് പുതിയ ചിത്രത്തിലേക്ക് വന്നത്, ജയരാജ് ചിത്രത്തിലേക്ക്? ഇത് ഞാൻ ഒട്ടും ഉദ്ദേശിക്കാത്തൊരു സംഭവമാണ്. കാരണം ഒരു ദിവസം വൈകുന്നേരം മമ്മൂട്ടി എന്നെ വിളിച്ചിങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചു, തമാശ പറയുമെന്ന് വിചാരിച്ചു. അതല്ലാതെ വളരെ ഒരു ഇമ്പോർട്ടന്റ് റോളാണ്. മമ്മൂട്ടി എന്നെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച റോളായിരുന്നു ഈ പടത്തില്. അപ്പൊ പിന്നെ മമ്മൂട്ടി ഇപ്പൊ അഭിനയിക്കുന്ന റോൾ ആരാ ചെയ്യാനുള്ളൊരു ആശയക്കുഴപ്പത്തില് അവരാലോചിച്ച് വന്നപ്പോൾ മമ്മൂട്ടിക്ക് തോന്നി ഞാനായിരിക്കും ഇതിന് പറ്റിയൊരു ക്യാരക്ടറാണ്. അത് എന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. അതങ്ങനെ മമ്മൂട്ടിയുടെ നിർബന്ധം കാരണം ഞാൻ സമ്മതിച്ചു. പിന്നെ ജയരാജ് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് റോള് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മലയാളത്തിൽ ദൃശ്യമാധ്യമ രംഗത്തെ വഴി നടത്തിയ അങ്ങനെയൊക്കെയാണ് സാറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതിനു മുമ്പ് തന്നെ 70കളിൽ തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമായി ശ്രീ ചിന്ത രവിയുടെ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ രണ്ട് അനുഭവങ്ങളെ ഇപ്പോൾ കാണുന്നത്? അത് ശരിയാണ്. ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗം തന്നെയായിട്ടാണ് ഇനിയും മരിച്ചിട്ട് ഇല്ലാത്ത നമ്മളെന്ന പടം 70കളിൽ ഞാൻ ചെയ്തത്. ചിന്ത രവിയുടെ പടം അതൊരു സൗഹൃദം തന്നെയായിരുന്നു. അതിന്റെ ഒരു കാരണം. അതില് ഞങ്ങൾ പലരും എല്ലാം കൂടി ഒരു പടം ചെയ്തു. പടം ചെയ്തതിന്റെ ഒരു എഫേർട്ട് പോലും അന്നില്ലായിരുന്നു. TV ചന്ദ്രനുണ്ടായിരുന്നു, കടമ്പനിട്ട് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും, പവിത്രൻ, സാംസ്കാരിക രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി പലരും സഹകരിച്ച് ചെയ്തൊരു പടമാണത്. അത് അന്നത്തെ കോൺടെക്സ്റ്റിൽ ഒരു അൾട്രാസ്, ഒരു റാഡിക്കൽസ്, അവരുടെ ചിന്താഗതിയെ പറ്റിയും അവരുടെ. നമസ്കാരം. മലയാളിയുടെ മുന്നിലേക്ക് മറ്റൊരു അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരുന്നു. സിനിമയിലാണ്. ഇത് രണ്ടാം സംരംഭമാണ് സിനിമയിൽ. എങ്ങനെയാണ് പുതിയ ചിത്രത്തിലേക്ക് വന്നത്, ജയരാജ് ചിത്രത്തിലേക്ക്? ഇത് ഞാൻ ഒട്ടും ഉദ്ദേശിക്കാത്തൊരു സംഭവമാണ്. കാരണം ഒരു ദിവസം വൈകുന്നേരം മമ്മൂട്ടി എന്നെ വിളിച്ചിങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചു, തമാശ പറയുമെന്ന് വിചാരിച്ചു. അതല്ലാതെ വളരെ ഒരു ഇമ്പോർട്ടന്റ് റോളാണ്. മമ്മൂട്ടി എന്നെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച റോളായിരുന്നു ഈ പടത്തില്. അപ്പൊ പിന്നെ മമ്മൂട്ടി ഇപ്പൊ അഭിനയിക്കുന്ന റോൾ ആരാ ചെയ്യാനുള്ളൊരു ആശയക്കുഴപ്പത്തില് അവരാലോചിച്ച് വന്നപ്പോൾ മമ്മൂട്ടിക്ക് തോന്നി ഞാനായിരിക്കും ഇതിന് പറ്റിയൊരു ക്യാരക്ടറാണ്. അത് എന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. അതങ്ങനെ മമ്മൂട്ടിയുടെ നിർബന്ധം കാരണം ഞാൻ സമ്മതിച്ചു. പിന്നെ ജയരാജ് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് റോള് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മലയാളത്തിൽ ദൃശ്യമാധ്യമ രംഗത്തെ വഴി നടത്തിയ അങ്ങനെയൊക്കെയാണ് സാറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അതിനു മുമ്പ് തന്നെ 70കളിൽ തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗമായി ശ്രീ ചിന്ത രവിയുടെ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ രണ്ട് അനുഭവങ്ങളെ ഇപ്പോൾ കാണുന്നത്? അത് ശരിയാണ്. ഒരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഭാഗം തന്നെയായിട്ടാണ് ഇനിയും മരിച്ചിട്ട് ഇല്ലാത്ത നമ്മളെന്ന പടം 70കളിൽ ഞാൻ ചെയ്തത്. ചിന്ത രവിയുടെ പടം അതൊരു സൗഹൃദം തന്നെയായിരുന്നു. അതിന്റെ ഒരു കാരണം. അതില് ഞങ്ങൾ പലരും എല്ലാം കൂടി ഒരു പടം ചെയ്തു. പടം ചെയ്തതിന്റെ ഒരു എഫേർട്ട് പോലും അന്നില്ലായിരുന്നു. TV ചന്ദ്രനുണ്ടായിരുന്നു, കടമ്പനിട്ട് രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും, പവിത്രൻ, സാംസ്കാരിക രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി പലരും സഹകരിച്ച് ചെയ്തൊരു പടമാണത്. അത് അന്നത്തെ കോൺടെക്സ്റ്റിൽ ഒരു അൾട്രാസ്, ഒരു റാഡിക്കൽസ്, അവരുടെ ചിന്താഗതിയെ പറ്റിയും അവരുടെ പ്രശ്നങ്ങളെ പറ്റിയും ഒരു പടമായിരുന്നു അത്. അതിൽ ഞാനൊരു മാധ്യമ പ്രവർത്തകന്റെ റോൾ തന്നെയായിരുന്നു. പവിത്രൻ എന്നായിരുന്നു എന്റെ കഥാപാത്രത്തിന്റെ പേര്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ രവി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അഭിപ്രായമായിട്ട് കാണാൻ നമുക്ക് ഇനി വിഷമം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ജയരാജ് എന്ന സംവിധായകൻ എല്ലായ്പ്പോഴും സമൂഹം ചിന്തിക്കുന്നതിന് കുറച്ചുകൂടി മുൻപേ ചിന്തിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മുൻകാല സിനിമകൾ. പക്ഷേ ലൗഡ് സ്പീക്കർ കണ്ടിറങ്ങുമ്പോൾ വള്ളുവനാടിനെ കേന്ദ്രീകരിച്ച് അത്തരത്തിലൊരു എവിടെയൊക്കെ കണ്ടു മറന്ന ആ ഒരു മുഖം ശ്രീ ശശികുമാറിലുണ്ടെന്ന് ജയരാജിന് മമ്മൂട്ടിക്ക് തോന്നാനുള്ള കാരണം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ?
മമ്മൂട്ടിയോട് ഞാൻ ചോദിച്ചു, മമ്മൂട്ടിക്ക് വ്യക്തമായൊരു ഇതിനെപ്പറ്റി ഒരു മറുപടിയില്ല. പക്ഷെ പുള്ളി പറഞ്ഞത് ഈ റോള് പറഞ്ഞു വന്നപ്പോൾ മമ്മൂട്ടിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഞാനായിരിക്കും ഇതിന് വളരെ അനുയോജ്യ ഒരു വ്യക്തിയാണ് അന്വേഷിച്ചിരുന്നു എന്ന്. അതെ, അവര് രാജേഷ് ഖന്നയെ പറ്റി ആലോചിച്ചിരുന്നു, പിന്നെ കബീർ ബേബിയെ പറ്റി അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ അവസാനം എന്റെ മടിയിൽ വന്ന് വീണത്. എനിക്ക് തോന്നുന്നത് എനിക്കിതിൽ ഒരു താല്പര്യം തോന്നാൻ കാരണം ഞാനിത് അഭിനയിക്കാൻ പിന്നെ ഒരുങ്ങിയതും ഇതിന്റെ ഈ പറഞ്ഞ പോലെ വള്ളുവനാട് ഒരു നോസ്റ്റാൾജിയാണ് ഇതിന്റെ ഒരു ബേസിക് സംഭവം. അതായത് ഒരു നാടിനെ വിട്ട് വളരെ വർഷങ്ങൾ 10-40 വർഷങ്ങൾ വിട്ടു നിൽക്കുന്ന ഒരാൾ തിരിച്ചു വരുന്നു, നാട്ടിലേക്ക് തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു നോസ്റ്റാൾജിക് പെർസ്പെക്റ്റീവാണ് ഈ സിനിമയുടെ ശരിക്കുള്ളൊരു ധാര. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലും ശരിയാണ്. കാരണം ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലും കൽക്കട്ടയിലും മറ്റേ മദ്രാസിലും ഒക്കെയാണ്. അപ്പൊ അന്നൊക്കെ എനിക്ക് സ്കൂൾ തൊട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങൾ ഈ സമ്മർ വെക്കേഷൻ വരാൻ വളരെ ആകാംക്ഷയോടും വളരെ എൻതൂസിയാസ്റ്റായിട്ട് കാത്തു നിൽക്കും. കാരണം അപ്പോഴാണ് നാട്ടിലേക്ക് വരിക. നാട്ടിലെ 1-2 മാസങ്ങൾ ചെലവഴിക്കുന്നത് വലിയൊരു കാര്യം. തിരിച്ചു പോകാൻ വളരെ മടിയായിരുന്നു. അപ്പൊ എപ്പോഴും നാട്ടിലേക്ക് വരുമെന്നുള്ളത് എന്റെ മനസ്സിലൊരു വലിയൊരു ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് ആൻഡ് വെരി ഒരു ഹോം കമ്മിങ് പോലെയായിരുന്നു എപ്പോഴും. അപ്പൊ അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതൊരു ക്ലീഷേ ചിലപ്പോൾ മാറാം, നമ്മൾ ഈ നാളികേരത്തിന്റെ നാട്ടിലേക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ റോൾ. ഇതിൽ ഞാനൊരു മേനോനാണ്, ഒരു NRI ആണ്. അതെ, ഒരു ആദ്യം മേനോൻ, വള്ളുവനാടൻ മേനോൻ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നു. തറവാട്ടിൽ ചില കാരണങ്ങൾ മാറി നിന്ന് ഓടിപ്പോയതാണ്. പിന്നെ US-ലായിരുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതിന്റെ ഒരു എന്താണ് അതിന്റെ സ്പിരിറ്റ് എന്നുള്ളത് ശരിക്കും ഉൾക്കൊള്ളാം.